ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഷോർട്ട് വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസം മുന്നേ ഞാൻ എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോയതൊക്കെ എൻ്റെ കൂടാട്ടെ എന്ന് പോകുന്ന പോലെ തന്നെ കുട്ടികളെ പിടിച്ച് സ്കൂൾ പറഞ്ഞയക്കണം. പിന്നെ എൻ്റെ ഓരോ ആങ്ങിയുള്ള പണിയൊക്കെ കഴിയുമ്പോൾ തന്നെ ഒരു ഉച്ചയും മുക്കാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിതാ ജസ്റ്റ് ഒന്ന് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഫുഡൊക്കെ വീട്ടിലാക്കി വെച്ചിട്ടുണ്ടെങ്കിലും പുറത്തിറങ്ങിയാൽ പിന്നെ ഒരു ലൈമെങ്കിലും കുടിച്ചിട്ടില്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത പോലെയാണല്ലോ. അതാണല്ലോ ഒരു നാട്ടുനടപ്പ്. അങ്ങനെ അതാ എനിക്കൊരു ചിക്കു ഷേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കഴിച്ചു വെക്കുകയാണ്. പിന്നെ അങ്ങനെ ഈടായിട്ട് തണുപ്പ് കഴിക്കുകയില്ല കേട്ടോ. കാരണം ചില തൊണ്ടൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ ഇതാ ഇന്നോസ് ഫോണാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു കാര്യത്തിന് ഇന്നോസ് ചോദിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് ഗൂഗിൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഓനോട് ഫോണൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനായിട്ട് എന്നെ ഈ അടിച്ച് പഞ്ഞിക്കിടുന്നത്. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് പിന്നെ അതേപോലെ തന്നെ ആ സ്റ്റിച്ച് ചെയ്ത സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. ആ ഒരു വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് ഇതാണ് കേട്ടോ എൻ്റെ വീട്. ഇവിടാണ് ഇപ്പോൾ എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ നിൽക്കുന്നത് കേട്ടോ. ഒരു ഫ്ലാറ്റിലാണ് കേട്ടോ. അതടക്കട്ടെ, ഈ വണ്ടി ഷെയ്ക്കാവുന്നതുകൊണ്ടാണോ ഹെൽമെറ്റിൻ്റെ തല കെട്ടുന്നത്, അല്ലെങ്കിൽ വല്ല മധുരപ്രതികാരമാണോ? ഒരാളാണെങ്കിൽ ഇതാ കയ്യിൽ ബൈക്കും കൊണ്ടാണ് വന്നിട്ടുള്ളത്. വാപ്പനോട് എന്തോ റിവഞ്ച് തീർക്കുന്ന പോലെയാണ്. വാപ്പ വണ്ടിൻ്റെ മോളാണ് ഇരിക്കണമെങ്കിൽ എൻ്റെ കയ്യിലാണ് ബൈക്ക് എന്നാണ് ആളുടെ ഭാവം കേട്ടോ. അങ്ങനെ നമ്മൾ അവസാനം ആടി എറിഞ്ഞ് ചേച്ചീനെ വീട്ടിലെത്തിയിട്ടുണ്ട്. ചേച്ചിയാണെങ്കിൽ നമുക്ക് സ്നേഹത്തോടെ കുറച്ച് ഉണ്ണിയപ്പം വെച്ച് കിട്ടിയപ്പോൾ അത് വാങ്ങാണ്ടിരുന്നില്ല. അങ്ങനെ നമ്മൾ കൊയിലാണ്ട് ഇവിടെ ഒരു പാർക്ക് ഉണ്ടല്ലോ, അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഇവിടെ ഇരുന്നിട്ടില്ല. പിന്നെ ഒക്കെ ഇടയ്ക്കൊന്ന് പള്ളിയിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുക. എപ്പോഴും ഞാൻ എന്നല്ലേ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് നേരം എന്നെയും വെയിറ്റ് ചെയ്തിരിക്കുന്നത് മണ്ടൊക്കെ നമ്മൾ ഇവിടെ ഇരുത്തിയിട്ട് പോയിട്ടുണ്ട്. അങ്ങനെ ഉണ്ണിയപ്പം കഴിച്ച് വരുമ്പോഴത്തേക്കും ഇതൊക്കെ നമ്മൾ കൂട്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഒരു ഹോട്ടലിൽ നമ്മൾ ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ സാധാരണ ഈ സമയത്ത് ചോറൊക്കെ അല്ലേ കഴിക്കുക. ഇന്നിപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊറാട്ടയും ചിക്കനും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ പൊറാട്ടയും ചിക്കനൊക്കെ നല്ല ബേഷായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എപ്പോൾ ഒരു ഈ ഹോട്ടലിൽ വന്നാൽ ഇക്കൻ്റെ കത്തി കുറേ നേരം കേൾക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടാവലുണ്ട്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഇക്ക പതിവ് തെറ്റിച്ചില്ല. കുറേ നേരം കത്തി അടിച്ചു. വേറെ ഒന്നുമല്ല, ഇക്ക പണ്ട് കല്യാണമൊക്കെ കഴിയുന്നതിന് മുന്നേ ഇവിടെ ജോലി ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ പണ്ടത്തെ കഥകളൊക്കെ പറഞ്ഞ് ഒരു നീണ്ട നെടുവീർപ്പിട്ട് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് കൊയിലാണ്ടി തന്നെയുള്ള പരാഗണിലാണ് കേട്ടോ. അപ്പോൾ ഈ പരാഗൺ എന്ന് പറയുന്നത് എപ്പോൾ ഞാൻ പറയുമ്പോൾ എനിക്ക് നാവ് ഒളുക്കിയിട്ട് പേരഗൺ എന്നായിപ്പോൾ ഫുഡിനോടുള്ള ആർത്തി കൊണ്ടൊന്നല്ല കേട്ടോ. എന്താണെന്നറിയില്ല, അതങ്ങനെ വന്നു പോളതാണ്. അങ്ങനെ നമ്മളത് അതിനുള്ളൊരു ഷോളും കൂടി വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ജസ്റ്റ് നമ്മളൊരു കരിമ്പ് ജ്യൂസും കുടിച്ചിട്ട് നേരെ വിട്ടിട്ട് വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അത്രയൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബൈ.